സൈത്തിൻ കൊമ്പുകളേന്തീത പിഞ്ചുകിടാങ്ങൾ പാടുന്നു. ഭൂസ്വർഗങ്ങളിലൂശാന ദാവീദാത്മജനൂശാന. സഹോദരങ്ങളെ, ഇന്ന് ഓശാന ഞായർ. ഈ ഓശാന ദിവസം നമുക്ക് നൽകുന്നതായ ചില ദർശനങ്ങളുണ്ട്. ചിരിക്കാൻ പോലും ത്രാണിയില്ലാത്ത മനുഷ്യരെ ചിരിപ്പിക്കുന്ന ഒരു വിപ്ലവമാണ് ഓശാന. മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 11-ാം അധ്യായം 9-ാം വാക്യം ഇങ്ങനെയാണ്: മുമ്പും പിമ്പും നടന്നവർ ഓശാന ഓശാന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, നമ്മുടെ പിതാവായ ദൈവത്തിന്റെ രാജ്യം വാഴ്ത്തപ്പെടുമാറാകട്ടെ, അത്യുന്നതങ്ങളിൽ ഓശാന എന്ന ആർത്തുകൊണ്ട് നടന്നു. ഓശാന എന്ന എബ്രായ പദത്തിന്റെ അർത്ഥം സേവ് നൗ, ഇപ്പോൾ ഞങ്ങളെ രക്ഷിക്കുക എന്നത്രേ. ഇതിനൊരു ചരിത്ര പശ്ചാത്തലമുണ്ട്. പെസഹ പെരുന്നാളിന്റെ പശ്ചാത്തലത്തിലാണ് യേശുവിന്റെ രാജകീയമായ പ്രവേശനം സുവിശേഷന്മാർ അവതരിപ്പിച്ചിട്ടുള്ളതെങ്കിലും കൂടാര പെരുന്നാളിന്റെ അംശങ്ങളും നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. സെപ്റ്റംബർ മാസത്തിലാണ് ഇത് ആഘോഷിച്ചിരുന്നത്. മരുഭൂമി യാത്രക്കിടയിൽ കൂടാരങ്ങൾ കെട്ടി താമസിച്ചതിനെ സ്മരിക്കുന്നതായ ഈ തിരുനാളിൽ പച്ചില കൊമ്പുകളും ഈന്തപ്പനയോലകളും ഉപയോഗിച്ച് യഹൂദന്മാർ കൂടാരങ്ങൾ കെട്ടി. അങ്ങനെയുള്ളതായ കൂടാരങ്ങളിൽ നിന്ന് സീലോഹാമിലെ കുളത്തിന്റെ സമീപത്തേക്ക് അവർ 118-ാം സങ്കീർത്തനവും പാടിക്കൊണ്ട് യാത്ര ചെയ്യും. അതിങ്ങനെയാണ്: കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, അത്യുന്നതങ്ങളിൽ ഓശന്ന ഓശന്ന. തീർത്ഥാടനം അഥവാ ഈ പ്രദക്ഷിണത്തിന്റേതായ സമയത്ത് ഇവർ വലിയ സന്തോഷത്തിലുമായിരുന്നു. ഈ പ്രദക്ഷിണത്തിൽ യേശുവിനെ ഒരു തീർത്ഥാടകനായി കണ്ട ജനം അവനെ രാജാവും മിശിഹായുമായി എതിരേൽക്കുകയാണ്. ഈ ജനങ്ങളെല്ലാവരും ദരിദ്രരാണ്. ഇവരിൽ ഭൂരിഭാഗങ്ങളും രോഗികളായിരിക്കുന്നതായ പട്ടിണിപ്പാവങ്ങളാണ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും ചിരിച്ചിട്ടില്ലാത്തവരുടെയും പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടവരുടെയും പ്രതിനിധികളാണ് ഇവരെല്ലാം തന്നെ. ജെറുസലേമിന്റെ വിമോചനമാണ് ഇവരുടെ ഏക സ്വപ്നം. ഇതുവരെ അടിമകളാക്കി വെച്ചിട്ടുള്ളതായ റോമൻ സാമ്രാജ്യത്തെ ശക്തികളുള്ളതായ ഇവരുടെ പ്രതിഷേധമാണ് ഓശാന എന്ന പദം. ഇങ്ങനെ ഒരിക്കൽ പോലും സന്തോഷമെന്ന് അറിഞ്ഞിട്ടില്ലാത്ത ഇവർ ഇന്ന് യേശുവിനെ മിശിഹ എന്ന് കണ്ട് ആർപ്പെടുകയാണ്. അത് മാത്രമല്ല, അന്നുവരെ യെരുശലേമിലെ പുരോഹിതന്മാരും പണ്ഡിതരുമെല്ലാം മതത്തെ ഭയപ്പെടേണ്ട ഒന്നായിട്ടാണ് ഇവരെ പഠിപ്പിച്ചിട്ടുള്ളത്. മരണം, ന്യായവിധി, ശുദ്ധീകരണം എന്നിങ്ങനെയൊക്കെ ഭയപ്പെടുത്തുന്നതായ പല കാരണങ്ങൾ പറഞ്ഞ് മതത്തെ ഭീതിപ്പെടുത്തുന്നതായ ഒരു ആചാരമായി ഈ പാവപ്പെട്ട ജനത്തെ തെറ്റിദ്ധരിപ്പിച്ചു. ഇങ്ങനെയുള്ളതായ സാഹചര്യത്തിൽ യേശു ഈ ഓശാനയിലൂടെ പഠിപ്പിക്കുകയാണ്: മതത്തെ ഒരു ഉത്സവമായിട്ട് നിങ്ങൾ കാണണം. ഏത് തകർന്നവനും ജീവിതത്തിൽ ആഘോഷവും സന്തോഷവും ഒക്കെ നൽകുന്നതായ ഒരു നിമിത്തമായി നിങ്ങൾ മതത്തെ ഇന്ന് കാണണം. നാം എല്ലാവരും സന്തോഷിക്കുന്നത് കാണുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്താണ് നമ്മുടെ സ്മരണകളിലുള്ളതായ ഒരു ഓശാന? കുഞ്ഞുനാളിലെ ഓർമ്മകളിലേക്കുള്ളതായ ഒരു ഓട്ടമാണ് നമ്മുടെയൊക്കെ ഓശാന. ഭൂലോകത്തുള്ളതായ സകല ചെടികളിൽ നടന്ന് പൂക്കൾ ശേഖരിക്കുകയും പള്ളിയിൽ ചെന്ന് അത് നമ്മുടെ അച്ഛന്മാരുടെയും ശുശ്രൂഷക്കാരുടെയും നമുക്ക് ഇഷ്ടമുള്ളവരുടെയും ഇല്ലാത്തവരുടെയും എല്ലാം ദേഹത്തേക്ക് പൂവാരി എറിയുന്നതും അവസാനം അന്യന്റെ ആ കടലാസ കൂടിൽ നിന്ന് പൂവെടുക്കുന്നതും നമുക്ക് കൈ കിട്ടുന്നതായ കുരുത്തോല കയറിയ ഒരു കുരിശുണ്ടാക്കുന്നതും അങ്ങനെയെല്ലാം ഓശാന യേശുവിന്റെ കാലം മുതൽ ഇന്നുവരെയും നമുക്ക് നൽകുന്നത് ഇത്തരം ചില ചിരിയും ആഘോഷങ്ങളും പൂക്കളുടെ ഗന്ധവും എല്ലാം തന്നെയാണ്. സൈത്തിൻ കൊമ്പുകളേന്തീത പിഞ്ചുകിടാങ്ങൾ പാടുന്നു. ഭൂസ്വർഗങ്ങളിലൂശാന ദാവീദാത്മജനൂശാന.